ഹലോ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. ഇന്ന് ഒരു വാട്ടർ ഈറ്റിന് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എപ്പോഴും ഐ സ്റ്റാർട്ട് വിത്ത് ബോട്ടിൽ ഓഫ് വാട്ടർ. ഇത്രയും ഫുള്ളും കുടിച്ചിട്ടില്ലെങ്കിലും അത് ഞാൻ എന്തായാലും ഫില്ല് ചെയ്ത് വയ്ക്കാറുണ്ട് ത്രൂ ഔട്ട് ദ ഡേ. ഇതിൻ്റെ ഒരു 4 കുപ്പി തീർക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഇത് 500 ml ബോട്ടിലാണ് കേട്ടോ. ഇത് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച വെള്ളമാണ്. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ള എന്താണ് പ്രീ സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ഹൽദി മിൽക്ക് ഉണ്ടാക്കാം. പാല് ആവശ്യത്തിന്, ഇനി നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹൽദി മിൽക്കിൻ്റെ പാലും ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഈ ഹൽദി മിൽക്കിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡ്സ് ആഡ് ചെയ്യാണ്. ചിയ സീഡ്സ് നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്സിലും കാൽഷ്യത്തിലും ഫോസ്ഫറസിലും ഒക്കെ ഭയങ്കര റിച്ച് ആണ് കേട്ടോ. അപ്പോൾ ലേഡീസ് ഇത് കഴിക്കുന്നത് വെരി 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 ഗുഡ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം സോക്ക് ആകുമ്പോഴത്തേക്കും ഒരു പുഡിംഗ് കൺസിസ്റ്റൻസിയിൽ വരും. ഇതിനൊന്ന് നമുക്ക് ജസ്റ്റ് ലൈറ്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചൂട് പാലായതുകൊണ്ട് പെട്ടെന്ന് സോക്കായി കിട്ടും കേട്ടോ. പെട്ടെന്ന് ചിയ സീഡ്സ് ഒക്കെ അങ്ങ് വീർത്ത് വരും. ഇതിപ്പോൾ സോക്കായിട്ടുണ്ട് ചിയ സീഡ്സ്. ഇനി നിങ്ങൾക്ക് സ്വീറ്റ്നർ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ വേണ്ട. ഞാനിവിടെ കുറച്ച് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചിയ ഹൽദി മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നല്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. രാവിലെ വിശന്നൊക്കെ വരുമ്പോഴത്തേക്കും ഈസിയാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മിക്കവാറും ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഡബിൾ ഓംലെറ്റും പിന്നെ ഈ ഇടയായിട്ട് നമ്മൾ സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇതിലൊരു സാലഡും കൂടെ ഉണ്ടാക്കാം. ഈ സെയിം 2 മുട്ട വെച്ചിട്ട് ബോയിൽഡ് എഗ് ഉണ്ടാക്കിയാൽ എനിക്ക് ഓംലെറ്റ് കഴിക്കുന്നതിൻ്റെ അത്രയും ഫില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. മേ ബി ഉള്ളിയും എണ്ണയും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഓംലെറ്റ് കുറച്ചുകൂടെ ഫില്ലിംഗ് ആയി തോന്നുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഫില്ലിംഗ് ആവണമെങ്കിൽ എന്തായാലും ഓംലെറ്റ് കഴിച്ചേ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾ വിചാരിക്കും ഗ്രീക്ക് യോഗറാണ്, പക്ഷേ അല്ല. ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ബ്രോക്കലി ആൻഡ് കോളിഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ ഇതും പിന്നെ കുറച്ച് മഷ്റൂമും ഉണ്ട്, അത് വെച്ചിട്ട് ഒരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാം. അതും ഓംലെറ്റും കൂടെ കഴിക്കാം കേട്ടോ. എനിക്ക് ബ്രോക്കലി ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു, പക്ഷെ അമ്മ വന്നപ്പോഴത്തേക്കും ബ്രോക്കലി വെച്ചിട്ട് ഈ ഒരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം ബ്രോക്കലിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി, സിമ്പിളാണ്, ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതുണ്ടാക്കാം രാവിലെ. സാലഡിന് പകരം സ്റ്റിർ ഫ്രൈ. നമുക്ക് നമ്മുടെ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാം. വളരെ കുറച്ചെണ്ണ മതി. ഇനി അതിലേക്ക് നമ്മുടെ ബ്രോക്കലി, കോളിഫ്ലവർ, അരിഞ്ഞ കുറച്ച് സവാള ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. ഇത് ഇടേണ്ട ആവശ്യമേയില്ല. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആൻഡ് ആവശ്യത്തിന് പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് അടച്ചു വെച്ച് ഇത് വേവിക്കാം. എന്നിട്ട് നമുക്ക് നോക്കട്ടെ. ഇതേ ജെല്ലിൽ പോയി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്താണേ. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ ക്രോസോൺസ്, പിന്നെ ഇതൊരു ആപ്പിൾ പൈ ആണ്. പിന്നെ ഒരു പാനോ ചോക്ലേറ്റും കൂടെ മേടിച്ച് തന്നിട്ട്, അപ്പം ഇതെല്ലാം കൂടി ഞങ്ങൾ ഹാഫ് ആയിട്ട് കഴിക്കും. ഓക്കെ, ഇത് ചോക്ലേറ്റ് ക്രോസോൺ അല്ല, സാധാ ബട്ടറി ക്രോസോൺ ആണ്. കണ്ടോ, പാനോ ചോക്ലേറ്റിൽ ചോക്ലേറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ആപ്പിൾ പൈ. സാഡ്ലി നമ്മൾ അരിഞ്ഞു വെച്ച വെജീസിൽ ബ്രോക്കലി മാത്രമേ ഇടാനുള്ളൂ, കോളിഫ്ലവർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ ഇല്ല, ബ്രോക്കലിയും മഷ്റൂംസും പിന്നെ ലേശം സവാളയും. അതാണ് ഇന്നത്തെ സ്റ്റിർ ഫ്രൈ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും, അത് പോകുന്നവരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കും. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ സ്വീഡനിൽ വന്നതിന് ശേഷം ഒരുപാട് ചീസ് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ കേസോ മഞ്ചെങ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ചീസാണ്. ഇത് എന്താണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതും ഓംലെറ്റും സാലഡും പിന്നെ നമ്മുടെ ക്രോസോൺസ് നമ്മുടെ പേസ്ട്രീസ് എല്ലാം കൂടി, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോഡ് ചീസാണ് കേട്ടോ. ഫ്രൈ എന്താണ് കോളിഫ്ലവർ ഇട്ടാൽ ഇതിനെ കട്ട് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ കോളിഫ്ലവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളില്ല എന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കോളിഫ്ലവർ ഇട്ടാൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ പേസ്ട്രീസ് ഞങ്ങൾ ഡെയിലി കഴിക്കാറില്ല, ഇത് ജസ്റ്റ് പുറത്ത് പോയോണ്ട് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് കഴിക്കണമെന്നുള്ളൂ കേട്ടോ. ഡെയിലി ഞങ്ങൾ കഴിക്കാറില്ല. മിക്ക ദിവസവും ഓംലെറ്റും പിന്നെ എന്തെങ്കിലും സാലഡും പിന്നെ ചീസും കൂടി ആയിരിക്കും. രാവിലെ ലിഡിൽ പോയപ്പോഴേ ഈ ആൽമണ്ട്സ് ഹണി ആൻഡ് സോൾട്ടിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചോട്ടോ. കുഴപ്പമില്ല, ഒരു
5 out of 10 ഒക്കെ കൊടുക്കാം. ഉച്ചയ്ക്ക് ഇന്ന് ദോശയും സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കിയാൽ മതി. പിന്നെ ഇന്ന് റാഗി ദോശയും കൂടി ചൂടാം. അപ്പം ലഞ്ച് ഇസ് സെറ്റ്. ഇത് റാഗി ദോശയാണ് കേട്ടോ. റാഗിയും ഉഴുന്നും കൂടി അരച്ച ദോശയാണ്, പ്ലസ് സാമ്പാർ. അപ്പം അതാണ് ഇന്നത്തെ ലഞ്ച്. ഇതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഡ്രിങ്ക് കേട്ടോ, ഓട്ട് കൊക്കോ ഡ്രിങ്ക്. നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവറുള്ള ഒരു സംഭവമാണ്. ലൈക്ക് ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്, നട്ട്സ് ആൻഡ് ഡേറ്റ്സ്. ഇതാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക്. ഹലോ, അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിക്ക് നമ്മൾ ബാർണിയർ മില്ലറ്റും കുറച്ച് ലെൻറ്റിൽസും കൂടി ഇട്ടിട്ടാണ് ഒരു സിമ്പിളായിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് അങ്ങനെ ഫാൻസി ആയിട്ട് ഒന്നുമില്ല, വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഡിഷസ് ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് മില്ലറ്റും ലെൻറ്റിൽസും കൂടെ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് മില്ലറ്റും 1/2 കപ്പ് ലെൻറ്റിൽസും കൂടെയാണ്. ഇനി ഇതിനകത്ത് ഒരു 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽസൊക്കെ മതിയാവും, അപ്പോഴത്തേക്ക് നല്ലോണം വേകും. ഒരു കുഞ്ഞി സ്പൂൺ ഉലുവയും കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഒരു 1/2 സവാള. ഇത് കുറച്ചൊരു വലിയ സവാളയായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനൊരു 1/4 സവാള എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ മില്ലറ്റ് ആൻഡ് ലെൻറ്റിൽ കഞ്ഞി, ഫിഷ് പിക്കിൾ, നാരങ്ങ പിക്കിൾ ആൻഡ് ഒരു പപ്പടം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.